ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണേ. ആദ്യം തന്നെ ഞാൻ അടുപ്പിൻ്റെ അവിടെ ഒത്തിരി നാളായി കഴുകണം എന്ന് ആലോചിച്ചെനിക്കുന്ന സമയം കിട്ടാറില്ലായിരുന്നേ. ഇന്നലെ രണ്ടും കൽപ്പിച്ചൊന്ന് കഴുകിയിട്ടു. ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ലോഷൻ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളം ആ ചെളിയൊക്കെ ഒന്ന് അടിച്ച് കഴുകി ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി കളഞ്ഞ് മുറ്റത്ത് കൊണ്ടുപോയി കളഞ്ഞ ഞാൻ. കുഞ്ഞൻ എൻ്റെ തോളയിലായിരുന്നു. അവനെ ഞാൻ പിന്നെ നിലത്തിരുത്തി. കാരണം അവനെയും വെച്ചുകൊണ്ട് ഒരു പണി നടക്കുകയില്ല. അവനെ അവിടെ ഇരുന്ന് കരയുക കിടന്നേ. എടുക്കാൻ വേണ്ടിയുള്ള കന്തറാവൻ്റെ. പിന്നെ ഞാൻ അവിടെ എഴുതിയിട്ട് പിന്നെ തറയും കൂടെ ഒന്ന് തുടച്ചിടാന്ന്. കാരണം അവിടെ എല്ലാം തുടച്ചപ്പോഴത്തേന് വെള്ളം ചാടിയായിരുന്നേ അവിടെ. പിന്നെ കുഞ്ഞിനിങ്ങനെ വലിഞ്ഞ് നടക്കുന്നുണ്ട്. അവനെ എന്നെ എടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട്. എനിക്ക് ഇങ്ങനെ വെള്ളവും ചെളിയൊന്നും പിടിച്ച് കിടക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ എപ്പോഴും നല്ല വൃത്തിയാക്കി അടുക്കളയും മുറിയും തിണ്ണയും എല്ലാം മിക്ക ദിവസം ഞാൻ തുടയ്ക്കാറുണ്ട്. എനിക്കങ്ങനെ ചെളി പിടിച്ചിരിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഞാൻ ചൂടെടുക്കുമ്പോൾ തന്നെ ചേട്ടായി ചിരി തുടങ്ങും ഇവിടെ. അവളെപ്പോഴും അടിയും പാലിച്ചാന്ന് പറഞ്ഞ് എപ്പോഴും ചിരിയാണേ. പിന്നെ വൈകുന്നേരത്തിന് കഞ്ഞി വെക്കണമായിരുന്നു. പിന്നെ അരി കഴുകി ഒരു 2 ഗ്ലാസ് അരിയാണ് പൊതിക്കും കൂടെ കൂട്ടിയിടുന്നത്. പിന്നെ വെന്ത് കഴിയുമ്പോഴത്തേനും ഞാൻ പൊതി കൊണ്ടാനുള്ളത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുവേ. പിന്നെ രാവിലെ തിളപ്പിച്ചാണ് പൊതി കൊടുത്തു വിടുന്നത്. അപ്പോഴത്തേന് കുഞ്ഞൻ അവിടെ കുടത്തിൽ ചാരിയിരുന്ന് ഭയങ്കര ചിരിയും ബഹളമായിരുന്നേ. എടുക്കാൻ വേണ്ടിയുള്ള കന്തറാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കതക് തുറന്നിറങ്ങി പോകാൻ വേണ്ടിയാണ് നോക്കുന്നതേ. കതക് തുറന്നിടാനേ പറ്റില്ല. ഇതായി വീട്ടിലത്തെ അവസ്ഥ. പിന്നെ കുഞ്ഞിനെ അവിടെ ഇരുന്നോട്ടേന്ന് ഓർത്ത് പിന്നെ ഞാൻ പിന്നെ ഒരു കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് ഓർത്തേ. പിന്നെ ചേട്ടയുള്ളപ്പോൾ ഇങ്ങനെയൊന്നുമല്ല കട്ടൻ ഇടുന്നത്. പിന്നെ ഗ്യാസ് സ്റ്റൗവിലാണ് ഇടുന്നത്. ഇപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങ് പോയി. ഗ്ലാസിൻ്റെ അകത്താണ് പൊടിയും പഞ്ചസാരയെല്ലാം ഇട്ട് ഇളക്കി മിക്സ് ചെയ്താണ്. ചേട്ടായിക്ക് ഇങ്ങനെ എടുക്കുന്നതൊന്നും ഇഷ്ടമില്ല. അല്ലാതെ രീതിയിൽ പൊടി ഇട്ട് തിളപ്പിച്ച ചായയാണ് ചേട്ടായിക്ക് ഇഷ്ടമേ. എനിക്ക് പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാനങ്ങ് ചെയ്തത്. എനിക്ക് കാരണം മുട്ടിന് വേദനയായിട്ടിരിക്കുവാണേ. ഡാൻസ് കളിച്ചതാണ്. മുട്ടിന് ചെറിയൊരു പിടുത്തം, ചെറിയൊരു നീരുണ്ട്. പിന്നെ അതുകൊണ്ട് വലിയ കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. നൈസ് പണിയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അവിടെ പോയിരുന്ന് കുഞ്ഞിനെയും കൊണ്ടുപോയിരുന്ന് കട്ടൻ കുടിച്ചേ. അതിനുശേഷം പിന്നെ അവൻ എന്ത് ചെയ്ത് നിലത്തിരിക്കുകയല്ലേ. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ് കൊടുത്തു. അന്നപ്പോഴാണ് കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്ന് കളിച്ചത്. അവന് കളിപ്പാട്ടൊന്നും വേണ്ട. എൻ്റെ സാധനങ്ങൾ എന്നെ കിട്ടിയാലും അവനെടുത്ത് പെറുക്കിക്കൊണ്ട് പോയിരുന്ന് കളിക്കും. പിന്നെ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം അവനെ ഒന്ന് ഉറക്കാനുള്ള പരിപാടിയാണേ. മുട്ടനാണ് ഭയങ്കര വേദനയാണേ. ഇത് പ്ലാസ്റ്ററല്ല, മുട്ടിന് സപ്പോർട്ട് കൊടുക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ അവനെ ഞാനൊന്ന് ഉറക്കാൻ കിടത്തിയേ. ഒരു 10 മിനിറ്റ് ആട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവനങ്ങ് ഉറങ്ങി. അതിനുശേഷം പിന്നെ വൈകുന്നേരത്തിനുള്ള കറി വെക്കണമായിരുന്നേ. കാല് മേലാത്തതുകൊണ്ട് പാടാണ് എല്ലാം ചെയ്യാൻ. ഞാൻ പിന്നെ എത്തി വേന്തി വലിഞ്ഞൊക്കെ ചെന്നാണ് ഓരോ പണികളും ചെയ്യുന്നത്. വൻപയറാണേ കഴുകി പിന്നെ അടുപ്പിലോട്ട് വെച്ചു. പിന്നെ ചെടി നനയ്ക്കാണ്. ഇത് ഞാൻ എൻ്റെ പൊന്നു ചെടികളായതേ. എനിക്ക് എന്നാ ഇഷ്ടമാണെന്നറിയാം. ഇത് താഴത്തെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് കഴിച്ചതാണേ. പിന്നെ അവിടെ അരൂതയും പിന്നെ ചുമക്കൂർക്ക നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഹാങ്ങിങ്സ് ഉണ്ട്. 2 ഹാങ്ങിങ്സ് ചെടികളും ഉണ്ട്. അതിനും വെള്ളമെല്ലാം ഒഴിച്ചേ. അരൂത കുഞ്ഞിലെ ഉണ്ടായ സമയത്ത് ഇവിടെയെങ്കിലും കിട്ടാനില്ലായിരുന്നു. പിന്നെ ഞാൻ താഴത്തെ ഒരു വീട്ടിൽ നിന്ന് കണ്ടപ്പോഴത്തേന് കുറച്ച് പനിക്കൂർക്കയും ചുമക്കൂർക്കയും എല്ലാം കൊണ്ട് വെച്ചതാണ്. കാരണം ജലദോഷമോ പനിയൊക്കെ വരുമ്പോഴത്തേന് പിന്നെ വേറെ എങ്ങും പോകണ്ടല്ലോ. അത് വെള്ളം തിളപ്പിച്ച് ആവിയൊക്കെ ഇടയ്ക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഏന്തി വലിഞ്ഞ് മേളിൽ കയറി വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വെച്ചേ. കാരണം കുഞ്ഞിനുണ്ട് ഇതൊന്നും നടക്കില്ല. കാരണം എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് അതിലെല്ലാം കയറാൻ പറ്റുകയല്ലേ. പിന്നെ കുറച്ച് നേരം ഞാൻ തിണ്ടയിൽ ഇങ്ങനെ അങ്ങ് ഇരുന്ന്. കാരണം വേറൊന്നുമല്ല, വേറെ പണികളൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുക. ചേട്ടായി ഇപ്പോൾ പണി കഴിഞ്ഞ് വരുന്ന നോക്കി ഞാൻ ഇരുന്നതാണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി പണി കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നേ. എന്ത് ചെയ്താൽ വീഡിയോ എടുക്കാൻ വേണ്ടി മുഖം തിരികയില്ല. ചേട്ടായി നിൽക്കാൻ പറഞ്ഞിട്ട് ചേട്ടായി അതിലെല്ലാം മാറിപ്പോവായിരുന്നു. പെരയ്ക്കകത്ത് കയറിയിട്ടാലും മുഖം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. എന്ത് ചെയ്താൽ എനിക്ക് വീഡിയോ എടുക്കാൻ മുഖം തിരികയില്ല. എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ സന്ധ്യയായപ്പോഴത്തേന് വിളക്ക് വെച്ച്. വിളക്കിൻ്റെ തട്ടാണ് ചേട്ടായാണ് എനിക്ക് എത്തത്തില്ലാത്തോടത്ത് ഇച്ചിരി മുകളിലാണ് പൊക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കത്തിക്കാൻ പറ്റുകയില്ല. ഞാൻ പിന്നെ ഡെസ്കിലെടുത്ത് വെച്ചിട്ട് കത്തിച്ചിട്ട് മുകളിൽ കയറ്റി വെക്കുവാണ് എന്നുവേ. ഇത്തിരി പാടാണ്. എന്നാലും ചേട്ടായോട് ഞാൻ എന്നിട്ട് ചോദിച്ചു ഇച്ചിരി താത്ത് വെക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിയാണ്. ഞാൻ എന്നാ പറഞ്ഞാലും ചിരിയാണ്. പിന്നെ എന്നെ പോയിട്ടൊന്നും പണി കഴിഞ്ഞ് വന്നപ്പോൾ കടി കൊണ്ടുവന്നായിരുന്നു. അല്ലെ കുഞ്ഞും വഴക്കുണ്ടാക്കുവേ. എന്നും വരുമ്പോൾ പൊതി തപ്പുന്ന. ഇന്ന് ഉറങ്ങിപ്പോയിട്ട് എഴുന്നേറ്റുകൊണ്ട് പിന്നെ വലിയ വഴക്കില്ലാതെ ചേട്ടായുടെ മടിയിലിരിക്കുവാണ്. എന്നിട്ട് അവരെന്നെ എന്നാണ്ടെല്ലാം പറഞ്ഞ് കളിയാക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പയർ തോരൻ വെച്ചു. പിന്നെ മീൻ വറക്കാൻ വെച്ചു. മീനെല്ലാം കഴുകി വൃത്തിയാക്കിയെല്ലാം തന്ന ചേട്ടായാണ്. കാരണം എനിക്ക് ഒത്തിരി നേരം നിന്നപ്പോഴത്തേന് കാല് കെട്ട് കഴിക്കുമായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേന് പിന്നെ പയറും അച്ചാറും മീനും എല്ലാം കൂട്ടി ഇച്ചിരി ചോറുണ്ട്. അവന് ചോറ് മാത്രമാണ് വാരി കൊടുക്കുന്നത്. കാരണം പയറ് ശാല എരിവുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നേ. പിന്നെ ഞാനും കഴിച്ചു.
പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനം. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.